നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൈക്കാട്ടുശ്ശേരി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്തി. ചേതന മീഡിയ കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പുരാവസ്തു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും LSS വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ പൈതൃകം പുരാവസ്തു മ്യൂസിയം പെരുവനം കുട്ടൻമരാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡെന്റൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഡെന്റൽ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. അവിണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ നടത്തുന്ന അവിണിശ്ശേരി ഫെസ്റ്റ് 2023 ശനിയാഴ്ച തിരശ്ശീല ഉയരും. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. തൈക്കാട്ടുശ്ശേരി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്തി. ചേതന മീഡിയ കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്ലിന്റ് ആന്റോ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ CP പോളി, ശാന്തി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ടിസ എന്നിവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി സെയിന്റ് പോൾസ് പള്ളി വികാരി റവറന്റ് ഫാദർ സ്റ്റാസൻ J കള്ളിക്കാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. തുടർന്ന് ട്രസ്റ്റ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടന്ന ബോൺ നതാലെ റാലിയിൽ കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. സ്കൂളിലെ മാലാഖ കുട്ടികളും മാതാപിതാക്കളും അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ഓർക്കുക, ബുദ്ധിമുട്ടുകളായിരുന്ന ഒരു കുടുംബമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്ന വേറൊരു കുടുംബത്തെ സഹായിക്കുന്നത്. ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശം. കരുണയുടെ സന്ദേശം, മറ്റുള്ളവരോട് ദയ, മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുന്ന സന്ദേശം. അതാണ് ക്രിസ്മസ് തരുന്നത്. മാലാഖമാരുടെ ചിത്രങ്ങളാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുക. മാലാഖമാരുടെയും നക്ഷത്രങ്ങളുടെയും കരുണയുടെ മാലാഖമാർ ആകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ക്രിസ്മസിന്റെ ദൗത്യം. നിങ്ങളുടെ കൂടെ ഞാനും എന്ത് ആവശ്യത്തിന്, നിങ്ങളുടെ എന്ത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഈ കൗൺസിലർ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പു തരും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെല്ലാം ആവശ്യങ്ങളാണെന്നൊക്കെ എന്നോട് സ്റ്റാർസച്ചൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു. മാതാപിതാക്കളൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു മോന് പെട്ടെന്ന് ഫിക്സ് വന്നു. ആ സമയത്ത് അവിടെ ആരും കാണില്ല, ഞാനും അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്ന ആരും ശ്രദ്ധിക്കുകയില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ അകലങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കി. വേഗം ഓടി വന്ന് മോന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അമ്മ ഒരിക്കലും കാണില്ല, പുറകിലാണ് അമ്മ നിൽക്കുന്നത്. പക്ഷെ മുന്നിൽ ഒരു മോൻ സങ്കടപ്പെടുമ്പോ അമ്മ അത് കണ്ടുവന്ന് മോന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാം. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസിന്റെ സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഒരാള് സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഓടിപ്പോകാനുള്ള ഒരു കഴിവുണ്ടാക്കുക എന്നത് മാത്രമാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പുരാവസ്തു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും LSS വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ പൈതൃകം പുരാവസ്തു മ്യൂസിയം പെരുവനം കുട്ടൻമരാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ MP സുനിൽകുമാർ 2022-23 അധ്യയന വർഷത്തെ LSS സ്കോളർഷിപ്പ് വിജയികളായ 20 കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു.
മ്യൂസിയം നിർമ്മാണത്തിന് നിസ്വാർത്ഥ സേവനം നൽകിയ സമീർ, CK ഉണ്ണികൃഷ്ണൻ, KS വിജയൻ, KR ജിനേഷ്, വിനോദ്, AV രബീഷ്, സുനിൽ കുമാർ C, വിനോദ് CC എന്നിവരെ സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സൂപ്രണ്ട് VS മനോജ്, ദേവസ്വം ബോർഡ് സ്റ്റാഫ് MV ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് സയന പ്രവീൺ, MPTA പ്രസിഡന്റ് MM രമ്യ, SSG കൺവീനർ KS വിജയൻ എന്നിവർ സംസാരിച്ചു. 100-ൽ പരം പുരാവസ്തുക്കൾ പ്രൗഢിയോടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിപുരാതനമായ ഇത്തരം തിരുശേഷിപ്പുകൾ വിദ്യാലയത്തിലേക്ക് ഇനിയും സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ അവ സംരക്ഷിക്കുന്നതിന് മ്യൂസിയം വിപുലീകരിക്കുമെന്ന് പ്രധാനാധ്യാപകൻ രാജീവ് കുമാർ പറഞ്ഞു. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദന്തൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ദന്തൽ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി, സുനിൽകുമാർ, സജീവൻ, ഉണ്ണികൃഷ്ണൻ, ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KN പ്രതീഷ് കുമാർ, ഡെന്റൽ സർജൻ ഡോക്ടർ ആതിര, ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷ്, നഴ്സിംഗ് സൂപ്രണ്ട് ജ്യോതി നായർ, റേഡിയോഗ്രാഫർ ശാലിനി എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ നടത്തുന്ന അവണിശ്ശേരി ഫെസ്റ്റ് 2023 ശനിയാഴ്ച തിരശ്ശീല ഉയരും. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സമിതി പ്രസിഡന്റ് PG വേണു അധ്യക്ഷത വഹിക്കും. കലാപരിപാടികളുടെ ഉദ്ഘാടനം ബിഷോയ് അനിയൻ സാക്സോഫോണിൽ ഗാനം ആലപിച്ച് ഉദ്ഘാടനം ചെയ്യും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണാശ്ശേരി, പഞ്ചായത്ത് മെമ്പർമാരായ സായ രാമചന്ദ്രൻ, KA പ്രദീപ്, AR രാജു എന്നിവർ പങ്കെടുക്കും. തുടർന്ന് സാക്സോഫോൺ, കരോക്കെ ഗാനമേള, നൃത്തനൃത്യങ്ങൾ, ബാലാസുവിന്റെ നേതൃത്വത്തിൽ ഗാനമേള എന്നിവ നടക്കും. ഡിസംബർ 31 വരെ നീളുന്ന അവണിശ്ശേരി ഫെസ്റ്റിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഊരകം ALP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. സ്കൂൾ ഇൻചാർജ് ദേവസേന ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി, പ്രീതി ടീച്ചർ, ജിനി ടീച്ചർ, ഗിരിജ ടീച്ചർ, വിദ്യാലയ വികസന സമിതി വൈസ് പ്രസിഡന്റ് രമാദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. വെങ്ങണിശ്ശേരിയിൽ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴ അടയ്ക്കുവാനും ശിക്ഷ വിധിച്ചു. വെങ്ങണിശ്ശേരി കളരിക്കൽ വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി KE സ്വാലിഹ് ശിക്ഷിച്ചത്. 2016-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കുടുംബവഴക്കിനെ തുടർന്ന് പ്രതി സഹോദരനായ അഭിലാഷിനെ വിളക്കുകൊണ്ടും ചിരവ കൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ചേർപ്പ് ലൂർദ്മാത ഹയർ സെക്കൻഡറി സ്കൂൾ ബാലജന സഖ്യം യൂണിറ്റിന്റെ സഹകരണത്തോടെ ചേർപ്പ് നവരശ്മി സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ കിറ്റ് കൂപ്പണുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേക്കുകളും അരിയടക്കം നിത്യോപയോഗ സാധനങ്ങളും അടങ്ങിയ ക്രിസ്മസ് കിറ്റുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. ചേർപ്പ് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, വൈസ് പ്രിൻസിപ്പൽ TL ഷീബ, സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, നവരശ്മി യൂണിറ്റ് സഹകാരി KL ആന്റണി, KB പ്രസാദ്, സഖ്യാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവം ഡിസംബർ 23 കൊടികയറും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമി തൃക്കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദേവസ്ഥാനം കലാപീഠം അവതരിപ്പിക്കുന്ന നാട്യമേള നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 24 മുതൽ ആട്ടം കലാസമിതി, തേക്കിൻകാട് ബാൻഡ്, രാജേഷ് ചേർത്തലയുടെ ഫ്ലൂട്ട് ലൈവ് മ്യൂസിക്കൽ ഫ്യൂഷൻ, RLV രാമകൃഷ്ണൻ, RLV ആനന്ദ് ഒരുക്കുന്ന വിഷ്ണുമായ ഭരതനാട്യ ശില്പം, കീബോർഡ് മാന്ത്രികൻ സ്റ്റീഫൻ ദേവസി, KS ഹരിശങ്കർ, സൂരജ് സന്തോഷ് എന്നിവരുടെ മ്യൂസിക് ലൈവ് ഷോയും നടക്കും. ഡിസംബർ 29, 30 തീയതികളിൽ തിറ വെള്ളാട്ട് മഹോത്സവവും തുടർന്ന് നാദസ്വരം, തായമ്പക, മേജർ സെറ്റ് പഞ്ചവാദ്യം, പഞ്ചാരിമേളം, ശിങ്കാരിമേളം, പാണ്ടിമേളം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രവീൺ, MP സന്തോഷ് കുമാർ, PRO KG ഹരിദാസ്, സംഗീതോത്സവം കമ്മിറ്റി അംഗം ദിനേശ് രാജ, കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ എന്നിവർ സംസാരിച്ചു.
വയനാട്ടിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്ന നരഭോജി കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ആർ കീർത്തി പറഞ്ഞു. മണ്ണുത്തി വെറ്ററിനറി വിഭാഗം ഡോക്ടർ ശ്യാം വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. കടുവയുടെ മുഖത്തിനും കാലുകൾക്കുമായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. വെറ്ററിനറി കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ, സുവോളജിക്കൽ പാർക്കിലെ ജീവനക്കാരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. തൃപ്രയാർ ട്രാഫിക് സിഗ്നൽ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഷാറൂൺ റഷീദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിന് ധാർമ്മികത ലവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ രാജിവെക്കാൻ തയ്യാറാകണം. രാജിവെക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും രാജി എഴുതി വാങ്ങുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നും ഹാറൂൺ റഷീദ് കൂട്ടിച്ചേർത്തു. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, PK നന്ദനൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ് എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ തൃപ്രയാർ പലപ്പോഴും നേരത്തെ വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിഗ്നലിന്റെ അപര്യാപ്തതയായിരുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു സിഗ്നൽ സംവിധാനവും റോഡിന് ഡിവൈഡർ കെട്ടിക്കൊണ്ടുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2013 ഇവിടുത്തെ ഭരണസമിതി ഒരു നയാ പൈസ പോലും പഞ്ചായത്തിന് ചെലവ് വരാത്ത വിധത്തിൽ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ഡിവൈഡർ ഉണ്ടാക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൃപ്രയാറിൽ വളരെ അത്യാവശ്യമായ ഒരു സംവിധാനം ഒരുക്കുകയുണ്ടായി. പ്രസിദ്ധമായ തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ ഇത്തിക്കാട്ട് കാളിക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം മേൽശാന്തി മണികണ്ഠൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കളപ്പുരയിൽ മുകുന്ദൻ, മഹേഷ് കുമാർ, ഗോപകുമാർ, അജിത് പ്രസാദ്, ശശിധരൻ ചുങ്കത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഈ മാസം 26 ചൊവ്വാഴ്ച ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ കക്കാട്ട് ദേവദാസൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ശുദ്ധികലശം എന്നിവ നടക്കും. എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ചു. ചന്ദ്രാപിന്നി ഹലുവ തെരുവിൽ സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കഴിമ്പ്രം മനയത്ത് ക്ഷേത്രത്തിന് എടച്ചാലി വീട്ടിൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസ് നായർ മരിച്ച നിലയിൽ കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നോക്കിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ കസേരയിൽ മരിച്ച നിലയിൽ കണ്ടത്. കഴുത്തിൽ വെട്ടേറ്റ നിലയിലാണ്. മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജിലെ മുൻകാല KSF SFI പ്രവർത്തകരുടെ കലാ സാംസ്കാരിക സംഘടനയായ സെക്യുലർ ഫോർ ഇന്ത്യയുടെ മനുഷ്യരുണരുമ്പോൾ കുടുംബസംഗമം ഡിസംബർ 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തും. കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ആദ്യകാല പ്രവർത്തകരായിരുന്ന PR കറപ്പൻ, ഭാരതി കൃഷ്ണൻ എന്നിവരെ KV പീതാംബരന്റെ മരണാനന്തര ബഹുമതിയായി ചടങ്ങിൽ ആദരിക്കും. എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തും. UP ജോസഫ്, പ്രൊഫസർ MV മധു, ഡോക്ടർ KR ബീന, PN ഗോപികൃഷ്ണൻ, പ്രിയനന്ദനൻ, CS ചന്ദ്രിക, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ജോളി ചിറയത്ത്, സജീവ് നമ്പിയത്ത്, നിഖിൽദാസ്, ജോഷി ചാളിപ്പാട്ട് എന്നിവരും പങ്കെടുക്കും. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സംഗമത്തിന്റെ അവതരണ ഗാനത്തിന്റെ പ്രകാശന കർമ്മം നടത്തി.
രക്ഷാധികാരി ഡോക്ടർ KR ബീന, ചെയർമാൻ MA ഹാരിസ് ബാബു, ജനറൽ കൺവീനർ TP ബെന്നി, കോർഡിനേറ്റർ VN രണദേവ, ട്രഷറർ VA സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കില തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ MV മധു പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നമുക്ക് ഇതുകൊണ്ട് നമ്മൾ തൃപ്തരാണോ? ഇതുകൊണ്ട് തൃപ്തരാണെന്ന് എൻ്റെ മിക്കവാറും എല്ലാവരും ആൻസർ അല്ലാന്ന് തന്നെ. നമ്മളിതുകൊണ്ട് തൃപ്തരല്ല. കേരളത്തിലാണെങ്കിൽ താരതമ്യപ്പെടുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. എന്നാൽ പോലും നമ്മൾ തൃപ്തരല്ല. നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. ഇനിയും മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് 14 മെമ്പർമാരുടെ താല്പര്യം അനുസരിച്ച് മാത്രം പോരാ. അതിന് നിങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കണം. ഇനി ക്രിസ്തുമസ് വിശേഷങ്ങളിലേക്ക്. ക്രിസ്മസിനെ വരവേൽക്കാൻ വീടുകൾ തോറും ഒരുങ്ങിത്തുടങ്ങി. വീടുകളിൽ നക്ഷത്രങ്ങൾ ഉയർത്തുന്നതോടെ ഒരുക്കങ്ങളുടെ തുടക്കമാകും. ഇക്കുറി LED നക്ഷത്രങ്ങൾ തന്നെയാണ് താരം. വിണ്ണിലും മണ്ണിലും നക്ഷത്രങ്ങൾ കൺചുമ്മുന്ന കാലമാണ് ക്രിസ്മസ്. ഓരോ വർഷവും നക്ഷത്ര വിപണിയിൽ കൂടുതൽ പുതുമകളാണ് ആവശ്യക്കാർക്കായി കാത്തിരിക്കുന്നത്. നിയോൺ നക്ഷത്രങ്ങളാണ് ആളുകൾക്ക് പ്രിയം. വില 150 മുതൽ 1200 വരെ. നിയോൺ നക്ഷത്രങ്ങളെ കൂടാതെ ഡിയർ ഫ്രെയിമുകളാണ് പുതിയ ഇനം. ഇവയിൽ തന്നെ ജമ്പിംഗ് ഡിയർ, സ്റ്റാൻഡിംഗ് ഡിയർ, ഏഞ്ചൽ ഗ്രാഫ്റ്റ് ഈറ്റിംഗ് ഡിയർ എന്നിവയെല്ലാം നക്ഷത്ര വിപണിയുടെ താരങ്ങളാണ്. LED-യിലും ഈ കുറി പുതുമകൾ തന്നെയാണ്. 250 മുതൽ 750 രൂപ വരെയാണ് വില. മാല ബൾബുകളിലും ഡിസൈനുകളുടെ കൺചുമ്മുന്ന വർണ്ണങ്ങളാണ്. 100 രൂപ മുതൽ 500 രൂപ വരെയാണ് വില. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരിയിലെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൈക്കാട്ടുശ്ശേരി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്തി. ചേതന മീഡിയ കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പുരാവസ്തു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും LSS വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ പൈതൃകം പുരാവസ്തു മ്യൂസിയം പെരുവനം കുട്ടൻമരാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡെന്റൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഡെന്റൽ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു.
അവിണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ നടത്തുന്ന അവിണിശ്ശേരി ഫെസ്റ്റ് 2023 ശനിയാഴ്ച തിരശ്ശീല ഉയരും. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.